ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി വാച്ച് ഹാമ്പർ സെറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ. അങ്ങനെ ഈ ഒരു ടൈപ്പ് വാച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്, ലേഡീസ് വാച്ചാണ്. അപ്പോൾ ചോക്ലേറ്റ് കസ്റ്റമർ പറഞ്ഞ ചോക്ലേറ്റൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു കാണുന്ന ഒരു അടിപൊളി ബോക്സിനാണ് ഈ ഒരു വാച്ച് ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ടോയും അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ടോയ് ഇൻക്ലൂഡ് ആക്കാനുള്ള റീസണ് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഈ ഒരു ബോക്സ് കവറിന്നൊക്കെ റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. എപ്പോഴും ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു അടിപൊളി ബോക്സാണിത്. ഞാൻ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ബോക്സ് വരുന്നത്. ഇങ്ങനെ ഒരു ഡ്രോയറൊക്കെ അതിനുണ്ട്. അതിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു ടോപ്പും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന റിബൺ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു താഴത്തെ ഡ്രോയറിൽ ഈ ചോക്ലേറ്റാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഈ ഒരു 3 കറക്റ്റായിട്ട് അതിൽ എന്താ പറയുക സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ആ ചോക്ലേറ്റ് ആ ഡ്രോയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഗാലക്സിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു. അത് ഞാൻ വാച്ച് വെക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ബോക്സ് അടക്കം വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. നോക്കുമ്പോൾ ബോക്സ് അടക്കം വെച്ചിട്ട് ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ബോക്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ചോക്ലേറ്റാണ് നമുക്കിനി വെച്ച് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു മോഡലായിരുന്നു ആദ്യം വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ എന്തോ ഹൈറ്റ് കുറഞ്ഞ പോലെ തോന്നിയിട്ട് രണ്ടാമത് അതെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ തെർമോക്കോളെല്ലാം വെച്ചിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ചോക്ലേറ്റ് അതിൻ്റെ മേലെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ഈ വാച്ച് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ വർക്കിന് ശേഷമുള്ള ഫോട്ടോസും വീഡിയോസും കസ്റ്റമർക്ക് അയച്ചതിന് ശേഷം കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കരുത്. അങ്ങനെ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിഷസ് കാർഡ് അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കാരണം ഇത് കസ്റ്റമർ തന്നെ പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തൊരു കാർഡാണിത്. അങ്ങനെ അതും താഴെ ആ ചോക്ലേറ്റിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സ്പേസിൽ ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് കൂടുതലായിട്ട് എന്താ പറയുക നല്ലൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് നല്ല അധികം ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനായിരുന്നു ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു ബോക്സിലേക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്ത ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വിഷസ് കാർഡും ഒക്കെ കസ്റ്റമർ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെനിക്ക് സലാലയിലേക്ക് കിട്ടിയൊരു ഓർഡറായിരുന്നു. വളരെ സ്പെഷ്യലായ ഒരു ഓർഡറും കൂടിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു എനിക്ക് സലാലയിലേക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഈ ഒരു ടോപ്പൊക്കെ വെച്ച് ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മൾ റിബണൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കലാണ്. അങ്ങനെ ഈ റിബണിൻ്റെ താഴെയായിട്ട് നമ്മൾ കട്ടൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്താ പറയുക സലാലയിലേക്ക് ഒരു കസിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ ഓർഡർ തന്നതായിരുന്നു. അപ്പോൾ ആ കസിനെ അയക്കുമ്പോൾ ആ കസിനൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ടോയ്സ് അവരതിൽ ഇൻക്ലൂഡ് ആക്കാൻ വെച്ചത്. അപ്പോൾ ആ ഒരു കുട്ടിക്കും കൂടി വേണ്ടിയിട്ട് നിങ്ങളത് ഒരു ടോയ്സ് എന്തെങ്കിലും വാങ്ങിച്ച് വെക്കണമെന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ടോയ്സ് വാങ്ങാൻ കാരണം. അങ്ങനെ ആ ടോയ്സ് ഈ ഒരു റാപ്പിംഗ് ഷീറ്റിലായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അതും ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ തന്നെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നാട്ടിലുള്ള നിങ്ങൾക്കും ഇവിടെയുള്ള ആരെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ജാസ് ഹാൻഡ് മെയ്ഡ്. നിങ്ങളെ ബഡ്ജറ്റ് പോലെ നിങ്ങൾ പറയുന്ന ഐറ്റംസ് വെച്ചിട്ട് മാക്സിമം നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുക. അങ്ങനെ ഈ ബോക്സ് നമ്മളിതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 2 ബോക്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ച് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ തെർമോക്കോളിൻ്റെ ബബിൾ ഷീറ്റൊക്കെ വെച്ചിട്ട് മാക്സിമം സെക്യൂർ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട്. അങ്ങനെ പാക്കൊക്കെ രണ്ടും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കസ്റ്റമർ അഡ്രസ്സൊക്കെ അതിൻ്റെ മേലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ വിത്ത് കെയർ എന്നും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്ക് സലാലയിലേക്ക് പോകേണ്ട ഓർഡറായിരുന്നു. നല്ല ലോങ് ഉണ്ട് എൻ്റെ അടുത്തുനിന്ന്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് അയക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോ ആയിട്ടും ഫോട്ടോസായിട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇൻഷാല്ലാ യൂട്യൂബ് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.